ഇരുന്നത് മാത്രമല്ല, പോർച്ചുഗീസുകാർ പണിത പള്ളികളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അവർ ബിൽഡിങ്ങുകളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് 1789 തിരുവിതാംകൂർ രാജകുടുംബം നമ്മൾ ഓൾറെഡി രാവിലെ ഒരു റൗണ്ട് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതാ. അതെയോ? ഗൈസ്, ഞങ്ങളൊരു പ്രീ വെഡ്ഡിങ് ഷൂട്ടിനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മോറിസിൻ്റെ കോട്ടപ്പുറം ഫോർട്ട് എന്ന് പറയുന്ന ഹെറിറ്റേജിലേക്കാണ്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ട് വരണേ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് ഇവിടുത്തെ എന്താ അവസ്ഥ പറയാം. ഞാൻ എൻ്റെ ക്യാമറ എടുക്കാൻ മറന്നിടൂ, അതുകൊണ്ട് ഇന്ന് ഷൂട്ട് ചെയ്യുന്ന മൊത്തം ഐഫോണിലാണ് കേട്ടോ. സ്ഥലം കൊള്ളാട്ടോ, നോക്കി കിട്ടില്ല മരങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂവും. മൂട് ഇതാണ് നമ്മൾ ഷൂട്ട് എടുക്കാനായിട്ട് വന്നിരിക്കുന്ന പ്ലേസ്. ഗുഡ് പ്ലേസ്. ആൻഡ് ആക്ച്വലി ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ ഷൂട്ട് രാവിലെ കഴിഞ്ഞു. എനിക്ക് ആ ചെറിയൊരു റീല് പരിപാടി ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ഞാൻ എടുത്ത് അവസാനിപ്പിച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ എന്താ സംഭവം എന്നുള്ളത് നോക്കാം നമുക്ക്. എന്തായാലും കോട്ട കാണാൻ വന്നിട്ടില്ലല്ലോ, അപ്പോൾ ഈ കോട്ടയെ കുറിച്ചിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഇന്നലെ കുളിച്ചതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പുലർച്ചെ 12:30 ശേഷമാണ് കുളിച്ചത്. എന്നിട്ട് നേരെ വർക്കിന് പോകുന്നു. ഇപ്പോൾ ഇനി തിരിച്ചതേ പോകുന്നു. വീട്ടിൽ പോയിട്ട് ഇനി ബാക്കി കുളിയുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ചേച്ചിമാരോട് ചോദിച്ചോക്കാം എന്താണ് ഇവിടുത്തെ പ്രത്യേകത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയാൻ നോക്കാം. ഇതാണ് ഈ കോട്ട എന്ന് പറയുന്ന സെറ്റപ്പ്. എനിക്കിതിനെ വലിയ ഐഡിയ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല, എനിക്കറിയില്ല ഇതിനെ കുറിച്ചിട്ട്. കൽപ്പടവുകളിൽ ഇതാ ചേച്ചി കോട്ടയെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കേൾപ്പിച്ചാൽ. 10 ഏക്കറിൽ 6 ചെറിയ പള്ളി, ഒരു കത്തീഡ്രൽ, പട്ടാള ക്യാമ്പുകൾ, ഗ്രാനറികൾ, വർക്ക്ഷോപ്പുകൾ, ലൈബ്രറികൾ, താമസം ഒക്കെ ഉണ്ടായിരുന്നു. 1661 മുതൽ 63 വരെ ഡച്ചുകാർ ഈ കോട്ട ആക്രമിച്ചു. 63 പാലിയത്തച്ഛന്മാരുടെ സഹായത്തോടു കൂടി ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുത്തു. അപ്പോൾ കോട്ടയുടെ കുറേ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ട് പിന്നീട് 1707 ഡച്ചുകാർ ഇത് പുനർനിർമ്മിക്കുന്നത്. ആ സമയത്ത് അവർ കോട്ടയുടെ ഏരിയ കുറച്ചിട്ട് ഫ്രണ്ടേജ് മാത്രമാണ് ശരിയാക്കിയെടുത്തത്. അവരും ഇത് വെയർ ഹൗസ് പോലെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, പോർച്ചുഗീസുകാർ പണിത പള്ളികളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അവർ ബിൽഡിങ്ങുകളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് 1789 തിരുവിതാംകൂർ രാജകുടുംബം അന്നത്തെ 3 ലക്ഷം രൂപയ്ക്ക് ഡച്ചുകാരിൽ നിന്ന് ഈ കോട്ട വാങ്ങിയെടുത്തതായിട്ട് ഒരു കരാറ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2 മാസം കൂടെ കഴിഞ്ഞപ്പോഴാണ് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലം വരുന്നത്. ആ സമയത്ത് ടിപ്പു ഈ കോട്ട പിടിച്ചെടുക്കണമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇതിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഹെഡ്ലി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ്റെ നേതൃത്വത്തിൽ ഈ കോട്ട തകർത്ത് കളഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വശം പറയുന്നുണ്ട്. അതല്ലാതെ ടിപ്പു തകർത്തതായിട്ടും പറയുന്നുണ്ട്. എങ്ങനെയായാലും ടിപ്പു കുറച്ച് നാളിത് കൈവശം വെച്ചിട്ട് തിരുവിതാംകൂറിന് തന്നെ വിട്ടുകൊടുത്തു പോകുകയുണ്ടായത്. പിന്നീട് ഇത് തകർന്ന് വീണ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ട് മണ്ണ് മൂടി നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് ഇപ്പുറത്ത് കാണുന്നത് പോലെ വലിയ കാടായിരുന്നു ഈ ഭാഗത്ത്. മുസിരിസ് പ്രോജക്റ്റ് വന്നപ്പോഴാണ് ഈ കോട്ട അതിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 2007 തുടങ്ങി 2012 വരെ നടന്ന എക്സ്കവേഷനിലാണ് ഈ അറ്റം മുതൽ ആ അറ്റം വരെ കാണുന്ന ഈ കെട്ടിട ഭാഗങ്ങളെല്ലാം കണ്ടെടുത്തത്. അതിന് മുമ്പ് ഒരു മണ്ണ് മൂടിക്കെടുക്കായിരുന്നു. ഫുള്ള് ഫുള്ളെന്ന് വെച്ചാൽ ഈ വലിയ വാളില്ലേ, അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം മണ്ണായിട്ട് മൂടിക്കെടുക്കായിരുന്നു. എക്സ്കവേഷൻ ചെയ്ത സമയത്ത് ഇതൊക്കെ വീണ്ടും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടായി. പല രാജ്യങ്ങളിൽ നിന്നുള്ള പലതരത്തിലുള്ള പാത്രകഷ്ണങ്ങൾ, മുത്തുകൾ, നാണയങ്ങൾ, വളപ്പൊട്ടുകൾ, പീരങ്കി ഉണ്ടകൾ, അയൺ ഓബ്ജക്റ്റുകൾ, ഗ്ലാസ് ഓബ്ജക്റ്റുകൾ, പലതരത്തിലുള്ള ടൈലുകൾ, റൂഫ് ടൈലും ഫ്ലോർ ടൈലുകളൊക്കെ, അതുപോലെ അന്ന് പുകവലിക്കാൻ ഉപയോഗിച്ചിരുന്ന കപ്പ്, അതിൻ്റെ പൈപ്പുകൾ, അത് കൂടുതലും ഡച്ചുകാർ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയ കൂട്ടത്തിലാണ് താഴെ നിങ്ങൾ കണ്ട
സ്കെൽട്ടൻ അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നത് 1540-നും 50-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ അടക്കം ചെയ്തതായിട്ടാണ് പറയുന്നത്. 20 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരാണിൻ്റേതാണത്. ഇടത് കൈ ഉണ്ടായിരുന്നില്ല അതിനെടുത്തപ്പോൾ. കണ്ടെത്തിയ അത്രയും ഭാഗത്തെ മണ്ണോട് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് നമ്മളവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 1540 എന്നൊക്കെ പറയുന്ന ആ സമയം ഇവിടെ പോർച്ചുഗീസുകാരായിരുന്നത് കൊണ്ടും അടക്കം ചെയ്തതുപോലെയൊക്കെ കാണപ്പെടുന്നത് കൊണ്ട് അതിന് 6 അടിയോളം ഹൈറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പോർച്ചുഗീസുകാരൻ്റേതാവാം എന്നാണ് പറയുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അത് ചരിത്രപ്രധാനമായ കാര്യങ്ങൾ കണ്ടല്ലോ. ഈ കാണുന്ന സ്ഥലമൊക്കെ മണ്ണിൽ മൂടി കെട്ടി കിടക്കായിരുന്നു ഈ ഒരു പോർഷൻ. അപ്പോൾ ഇത് മൊത്തം പിന്നെ മുസ്രീസ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് വന്നതിന് ശേഷം അവർ റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത്. ചേച്ചിയോട് ചോദിച്ചോക്കാം, മുസ്രീസ് പ്രൊജക്റ്റ് വന്നിട്ട് എത്രയാണ്? അപ്പോൾ ഇതെന്നാ ചേച്ചി ഇത് മൊത്തം റീസ്റ്റോർ ചെയ്തെടുത്തപ്പോൾ? ഇത് 2012. ആഹാ, പഴുത്താണല്ലേ? ഓക്കെ. അണ്ടർഗ്രൗണ്ട് പാസേജിൻ്റെ വഴിയൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കാണാൻ ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ഇത് വായിച്ചു നോക്കിയാൽ മതിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കാം. എനിക്കിപ്പോൾ ഇത് എടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. ഓക്കെ, പോസ് ചെയ്തിട്ട് നിങ്ങളിതേ ഇത് മൊത്തം പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതിയിട്ടാ. പിന്നീട് പല സാധനങ്ങളും ഉണ്ടാവും. ഇതൊക്കെ ചൈനീസ് നാണയം, മുത്തുകളാണ് കേട്ടോ അതൊക്കെ. പ്രതിമ, അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇവിടെ മൊത്തം. കൂടാ ഇതിൽ നിന്നാണ് അവർക്ക് അത് കിട്ടിയത്. അപ്പോൾ അതവരത് അവിടെ അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചു. ഇതാണ് ആ മതിൽ, ഉള്ളിലേക്ക് പോകാനുള്ള വഴി. ഇതൊക്കെ വൈകുന്നേരങ്ങളിലും ഒന്നും ഇങ്ങോട്ട് കയറി വരാവുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇങ്ങോട്ട് ഇറങ്ങിപ്പോൾ വരുമ്പോൾ ഇവിടെയാണോ? ഇതാണോ ആർച്ച്? ഇതേ നമ്മളിപ്പോൾ കണ്ട് പിടിച്ചു. ഇത് പുതിയ സ്റ്റെപ്പാണ് തോന്നണം കേട്ടോ. ഇതാണ് പഴയ സ്റ്റെപ്പ്.